ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ചപ്പാത്തി ദോശക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു വെജിറ്റബിൾ സെമി ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ പൊട്ടാറ്റോ, ഗ്രീൻ പീസ്, മഷ്റൂം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതാ വെജിറ്റബിൾസ് നിങ്ങളുടെ അടുത്തുള്ളത് അത് വെച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു പാൻ ആദ്യം എടുത്ത് അത് ഹീറ്റായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മസ്റ്റർഡും കുറച്ച് ജീരയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു സവാളയും കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് സവാള ഒക്കെ സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ദെൻ ഇതിൽ ഒരു ടൊമാറ്റോയും 4 ഗ്രീൻ ചില്ലിയും പിന്നെ ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള സോൾട്ട് ഞാൻ ഒന്നിച്ച് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ടൊമാറ്റോ ഒക്കെ സോഫ്റ്റ് ആവുന്നത് വരെയും ലിഡ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കുക്കാക്കി എടുക്കാം. ദെൻ ഇത് ടൊമാറ്റോ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നല്ലോണം സ്മാഷ് ആക്കിയിട്ട് ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ റെഡ് ചില്ലി, 2 ടീസ്പൂൺ ധനിയ പൗഡർ, കുറച്ച് ടർമറിക്കും കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഞങ്ങൾക്ക് മിക്സ് ആക്കി എടുക്കാം. ദെൻ ഇതിലേക്ക് ഞാൻ 2 ടൊമാറ്റോൻ്റെ പ്യൂരി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ലോണം മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് പൊട്ടാറ്റോ പിന്നെ ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ കുക്ക് ചെയ്യാതെ ഡയറക്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സമയമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോയും ഗ്രീൻ പീസും കുക്കറിൽ ഒരു വിസിലാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ മസാല നമുക്ക് റെഡിയാക്കാൻ പറ്റും. നല്ലോണം ഒന്ന് എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ലിഡ് ക്ലോസ് ചെയ്തിട്ട് കുക്കാക്കി എടുക്കാം കേട്ടോ. ഡയറക്റ്റായിട്ട് ഇത് എല്ലാം കുക്ക് ചെയ്യുമ്പോൾ ഒരു 20 മിനിറ്റ്സ് എടുക്കും. പിന്നെ ഇതിലേക്ക് ഫൈനലി ലാസ്റ്റായിട്ട് മഷ്റൂം ആഡ് ചെയ്യുന്നുണ്ട്. മഷ്റൂം പെട്ടെന്ന് തന്നെ കുക്കാകുന്നത് കൊണ്ടാണ് ലാസ്റ്റായിട്ട് ആഡ് ചെയ്തത്. കുറച്ചും കൂടി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബോയിലാക്കി എടുക്കാം. ഫൈനലി ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ബോയിൽ വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിച്ചപ്പും ഒരു ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു പീസ് ബട്ടറും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ കോക്കനട്ട് പേസ്റ്റ്, കാഷ്യൂ പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. സിമ്പിളായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കും, ഇഷ്ടമാവും. എല്ലാ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. അസ്സലാമു അലൈക്കും.